Hi everyone, welcome to DR Vlogging Series. നിങ്ങൾക്ക് മീശപ്പുലിമല ട്രക്കിങ്ങും കൊളുക്കുമലയിലെ സൺറൈസ് വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ഞങ്ങളിപ്പം ടോപ്പ് സ്റ്റേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പെൻസ്റ്റോക്ക് പൈപ്പ്. ഞാൻ നിങ്ങളെ പൈപ്പ് കാണിക്കാം. എനിക്കിപ്പം കാണാം, ഇവിടെ നോക്കുകയാണെങ്കിൽ നേരെ ദൂരോട്ട് കാണാം. ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഈ റോഡിനോട് ചേർന്ന് തന്നെ ഒരു മണ്ണിട്ട റോഡ് കാണാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം, കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഫുൾ വ്യൂ കിട്ടും. നിങ്ങളിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, പള്ളിവാസൽ പൈപ്പ് ലൈൻ വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ വരുമ്പം നിങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ ചേർന്ന് ഒരു ചെറിയൊരു പാർക്ക് ചെയ്യാൻ വേണ്ടി, എന്നിട്ട് ഇവിടെ വന്നാൽ മതി. ഈ എൻഡ് വരെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ വ്യൂ കിട്ടും. ഇപ്പോൾ കുറച്ചുപേർ ഓൾറെഡി കാണാൻ വന്നിരിപ്പുണ്ട്. മൂന്നാർ ടൗണിനോട് ചേർന്ന് തന്നെ ഒരു CSI ചർച്ച് ഉണ്ട്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ബ്രിട്ടീഷുകാരാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ ഡയറക്റ്റ് UK നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഈ പള്ളിയിലോട്ട് വരാൻ സാധിക്കുന്നത് രാവിലെ 8 തൊട്ട് 5 മണി വരെയാണ് സന്ദർശകർക്ക് അനുവദിച്ചിട്ടുള്ള സമയം. പള്ളിക്കുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പള്ളിയുടെ ചരിത്രത്തെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ ഈ പള്ളിയിലുള്ള ഒരു ചേട്ടനാണ് പറഞ്ഞത്, പണ്ടിവിടെ ഒരു സ്കോട്ട്ലൻഡ് കപ്പിൾസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിലെ വൈഫ് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചുപോയി ഇവിടെ തന്നെ അടക്കണമെന്നുള്ളത്. ആ പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ആൾ മരിച്ചു, അങ്ങനെ ഇവിടെ അടക്കി. അതിനുശേഷം 18 വർഷത്തിന് ശേഷമാണ് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഈ പള്ളി പണിതിരിക്കുന്നത്. പള്ളിയുടെ ഉള്ളിൽ നമ്മൾ കണ്ടതെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സാണ്. പള്ളി കാണാനും വളരെ മനോഹരമാണ്, സാധാരണ പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ ടൗണിനോട് ചേർന്നുള്ളൊരു യൂക്കാലി തോട്ടമാണ്. ഇതൊരു ഫോട്ടോ പോയിൻ്റാണ് മൂന്നാറിലെ. പല ഫോട്ടോ പോയിൻ്റ് ഉണ്ട്, അതിലൊരെണ്ണമാണിത്. രാവിലെ തന്നെ കുറേ ആൾക്കാരെ ഇവിടെ കാണാം. ഇങ്ങോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ അതിരാവിലെ വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ്. ഈ ഒരു ലൊക്കേഷൻ മൂന്നാറിൽ കറക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാറിൽ ടൗണിനോട് ചേർന്നുള്ള KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ്. ആ സൺറൈസിൻ്റെ ടൈമിൽ വരുന്നതായിരിക്കും നല്ലത്, കാരണം ആ സൺറൈസ് ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നതാണ് നല്ല രസമായിരിക്കും. അതുപോലെ ഈ ടൈപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ്
ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്ന റൂട്ടിലാണ് ഒരു എക്കോ പോയിന്റ് ഉള്ളത്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് എക്കോ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടുന്നാണ് ബോട്ട്. ഇത് 2 ഉള്ളൂ, 4 ഇല്ല. അല്ല 3 ഉണ്ട് കേട്ടോ. എക്കോ പോയിന്റിൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുക്കണം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെയൊക്കെ കേൾക്കുമെന്നാണ് പറയുന്നത്. മറ്റു പോയിന്റിനെ കാട്ടിലും ഏതായാലും നോക്കാം ഒക്കെ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിങ്ങും ചെയ്യാം. 300 രൂപയാണ് 2 പേർക്ക്. അതെ, എക്കോ കേൾക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ മതി, നല്ലപോലെ എക്കോ കേൾക്കാൻ പറ്റും. എല്ലാവരെയും ഒന്ന് എനർജി ആക്കി എടുക്കാൻ പറ്റും. സൈഡ് വനമാണ് കാണുന്നത്. ഈ എക്കോ പോയിന്റിന് അടുത്തായിട്ട് തന്നെ നമുക്ക് വണ്ടി കുറച്ചുകൂടെ വെള്ളത്തിനടുത്തായിട്ട് നിർത്താം. ഇവിടെ കുറേ പേരെങ്ങനെ ദൂരെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പം കേട്ട് നോക്ക് എക്കോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എക്കോ പോയിന്റിൽ നിന്ന് നമ്മൾ മസാലക്കടലിൽ നിന്ന് ട്രൈ ചെയ്യുക. നോക്കിയിട്ട് പറ സണ്ണീച്ച എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? എക്കോപോയിന്റിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനൊരു സ്ഥലം കൂടെ ഉള്ളത്. അവിടെ നിന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയും കുറേ യൂക്കാലി മരങ്ങൾ കാണാം. എക്കോ പോയിന്റിനേക്കാളും കുറച്ചുകൂടെ തണുപ്പ് ഇവിടെ ഉണ്ട്. നല്ല തണലാണ്. കുറച്ച് സമയമൊക്കെ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇനി എക്കോ സ്പോട്ടിൽ നിന്നും കുണ്ടല ഡാമിലേക്ക് പോകണം. ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുമ്പം ഈ എക്കോ സ്പോട്ട് കഴിഞ്ഞാണ് കുണ്ടല ഡാം. അതിന് മുമ്പായിട്ട് തന്നെ വേറെ ഡാമുണ്ട്, മാട്ടുപ്പെട്ടി ഡാം. ഞങ്ങളിനി അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് കരുതുന്നത്. നല്ല തണുപ്പുണ്ടല്ലേ. ഞങ്ങൾ കുണ്ടല ഡാമിലെ ബോട്ടിംഗ് ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നല്ല ഉയരമുള്ള യൂക്കാലി മരങ്ങൾ കാണാം. ഇവിടെ നല്ല കൂളിംഗ് ആണ്. ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട്, പിന്നെ പെഡലിൻ്റെ ടൈപ്പ് ഉണ്ട്, അല്ലെ കായക്കിംഗ് ഉണ്ട്. കൊട്ടവഞ്ചിക്ക് 600 രൂപയാണ്, കായക്കിങ്ങിൻ്റെ ഇതിന് 500 രൂപയാണ്. ഏതെടുത്താലും ഹാഫ് ആൻ അവർ ആണ്. ഞങ്ങളിപ്പോൾ 3 പേരുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ മാറി മാറി ചവിട്ടാൻ എഴുതിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ പെഡൽ ബോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ അരമണിക്കൂറാണ്. ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 15 മിനിറ്റ് ഒരാൾ ഓടിച്ചിട്ട് 15 മിനിറ്റ് വേറെ ഒരാൾ ചവിട്ടാന്ന് കരുതി.
ടാറ്റ ടീ മ്യൂസിയം വിസിറ്റ് ചെയ്യാന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ ചോദിച്ചപ്പോൾ അതിനെക്കാട്ടിലും നല്ല മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രൊഡക്ഷനൊക്കെ കുറച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ടാറ്റ ടീ മ്യൂസിയം അവിടെ സ്ക്രീനിലാണ് അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ്. നിങ്ങൾ വരുമ്പോൾ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യുക. ഇതും ടോപ്പ് സ്റ്റേഷൻ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് അകത്തോട്ട് കയറാൻ വരുന്നു. ട്രിപ്പിൾ ടീ സൂപ്പർ, അടിപൊളി. ഇവിടെ കയറുന്നതിന് 100 രൂപയാണ് ഒരാൾക്ക്. ടോട്ടലി ഒരു 25 മിനിറ്റ്സ് ടൂറാണെന്നാണ് പറയുന്നത്. ഇവിടെ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 വരെയാണ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളപ്പോൾ ആ ഒരു ടൈം കണക്കാക്കി ഇവിടെ വരിക. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായപ്പൊടിയും കഴിക്കാം. ഞാൻ ട്രിപ്പിൾ ടീ ആണ് എടുത്തത്. സാധാരണ ഒരു ട്രോളൊക്കെ പറയാമല്ലോ, ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം ചായപ്പൊടി വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു ഇത്. അപ്പം ഞാൻ അതേപോലെ തന്നെ ഒരു ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പം ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടോപ്പ് സ്റ്റേഷനിലോട്ട് വരുന്ന വഴിയിൽ തന്നെയാണ് കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം. നിങ്ങൾക്ക് അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ വ്യൂ പോയിന്റ് വൃത്തിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നിർത്തി നിങ്ങൾക്ക് ഈ ഡാമിനോട് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റും. അവിടെ കാണാനൊക്കെ ഒരു നല്ല ഒരു ഏരിയ ഉണ്ട്. ഇവിടെ കയറുന്നതിന് അഡൽട്സിന് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. അതുപോലെ ക്യാമറ ഉണ്ടെങ്കിൽ 20 രൂപയാണ്. ഇവിടെ എല്ലാം ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ 6:30 വരെയാണ് ടൈം ഉള്ളത്. ഞങ്ങൾ ഓൾറെഡി ശകലം ലേറ്റായി. ഒന്ന് ടൈം വേസ്റ്റ് ആക്കാതെ മാക്സിമം കാണാനും അതുപോലെ ക്യാപ്ചർ ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് കൂടാതെ താഴോട്ട് പോകണം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിയിൽ കുറേ വ്യൂയിങ് പോയിന്റ് ഒക്കെ ഉണ്ട്. ഓരോ ഇടത്തും നല്ല നല്ല ബെസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചില സമയം രാവിലെ വരുവാണെങ്കിൽ നല്ല ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇപ്പം മഞ്ഞ് മാറിയിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റും. എല്ലാവർക്കും ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള യാത്രയും അതുപോലെ ഇവിടുത്തെ വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാമിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ ഏരിയകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വണ്ടി നിർത്തി കാണണമെന്നുണ്ടെങ്കിൽ കാണാം. മൂന്നാറിലെ കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കൂടുതൽ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സി യു നെക്സ്റ്റ് വീഡിയോ.